അപ്പോൾ നമ്മൾ ചെന്നൈൻ്റെ ഒരു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യണേ. ചെന്നൈയിൽ വലിയ ബ്ലോഗൊന്നും ചെയ്യേണ്ട, ഓൾറെഡി കുറേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം ചെന്നൈ ഒന്നും മിസ്സായ ഒരു സംഭവമുണ്ട്, ചെന്നൈ ലൈറ്റ് ഹൗസ്. അപ്പോൾ ചെന്നൈ ലൈറ്റ് ഹൗസ് കാണാൻ വേണ്ടി ഒന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ചെന്നൈ ലൈറ്റ് ഹൗസിന് മേലെ കയറി കഴിഞ്ഞാൽ നമുക്ക് ചെന്നൈൻ്റെ ഒരു വ്യൂ കിട്ടും. അതാണ് മെയിൻ ലക്ഷ്യം. അപ്പോൾ നമുക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഇതാണ് ചെന്നൈ ലൈറ്റ് ഹൗസ്. ഇത് എല്ലാവർക്കും അറിയാം, നമ്മുടെ മറീന ഡ്രൈവിൻ്റെ അവിടെയാണ് ഈ ചെന്നൈ ലൈറ്റ് ഹൗസ്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് പോയിട്ട് കാര്യങ്ങൾ നോക്കാം. നമ്മളങ്ങനെ ലൈറ്റ് ഹൗസിന് ഫ്രണ്ടിലെത്തി. ഇവിടെ ചാർജ് എങ്ങനെയാണ് വന്നിട്ട് വലിയവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപ ചാർജ്. അതിനുശേഷം ഫോറിനേഴ്സിന് 50 രൂപയാണ് ചാർജ്. ഫോട്ടോഗ്രാഫിക്ക് 25 രൂപേൻ്റെ ടിക്കറ്റ് കൊടുക്കണം. അപ്പം അങ്ങനെ അവിടെ റേറ്റ് വരുന്നത്. നമുക്ക് പോയി ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിൽ പോവാം. നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ ലൈറ്റ് ഹൗസ് 1977 ഇനോഗ്രേറ്റ് ചെയ്തത്. ജനുവരി 10 ഈ ലൈറ്റ് ഹൗസ് ഇനോഗ്രേറ്റ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ കയറിയതാണ് 4th ലൈറ്റ് ഹൗസ്. നിങ്ങൾക്ക് ഇതിന് മുന്നേ കാണാം, ഫസ്റ്റ് ലൈറ്റ് ഹൗസ് വന്നിട്ട് 1796 ബിൽഡ് ചെയ്ത്. അതിനുശേഷം സെക്കൻഡ് ലൈറ്റ് ഹൗസ്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇപ്പോൾ അത്ര ടൈമില്ല. ഒരു മാപ്പ് വെച്ചിട്ടുണ്ട്, തമിഴ്നാട്ടിലും പോണ്ടിച്ചേരിയിലും എവിടേക്കാണ് ലൈറ്റ് ഹൗസ് ഉള്ളത് പറഞ്ഞിട്ട്. നമുക്കാണ് ഇപ്പോൾ നമ്മളൊക്കെ ചെന്നൈ ഉണ്ട്, അതിന് നമ്മൾ മഹാബലിപുരം, പോണ്ടിച്ചേരി, കടലൂർ, അങ്ങനെ നമ്മൾ ധനുഷ്കോടിയിൽ കണ്ടു, രാമേശ്വരം, അതേപോലെ കന്യാകുമാരി, ഇങ്ങനെ ഉള്ള ലൈറ്റ് ഹൗസുകളുടെ ഒരു മാപ്പ് അവിടെ വെച്ചിട്ടുണ്ട്. താഴെ നിന്ന് ടിക്കറ്റ് എടുത്ത് നേരെ ലിഫ്റ്റ് കയറി. ലിഫ്റ്റ് ഫെസിലിറ്റി ഉണ്ട്. ഇപ്പോൾ സ്റ്റെപ്സ് അലൗഡ് അല്ല. 9th ഫ്ലോർ വരെ ലിഫ്റ്റ് ഉണ്ട്. അത് തന്നെ നമുക്ക് കുറച്ച് ദൂരം സ്റ്റെപ്പ് കയറി പോകണം വ്യൂയിങ് ഗാലറിയിലേക്ക്. അപ്പോൾ ഇനി നമുക്ക് വ്യൂയിങ് ഗാലറിക്ക് സ്റ്റെപ്പ് കയറി പോവാം. ഓക്കെ. നമുക്കിപ്പോൾ ചെന്നൈ മറീന ബീച്ചിൻ്റെ ഭാഗത്തുള്ളൊരു ബേർഡ് ഐ വ്യൂ കാണും ഏറ്റവും ടോപ്പിൽ നിന്നിട്ട്.
ഇതേപോലെ ഒരു ഗ്രില്ലുള്ള ഒരു പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ നിൽക്കുന്നത്. ഫുൾ കവേർഡ് ഗ്രില്ലാണ്. അറ്റ് എ ടൈം നമുക്കൊരു 50-60 പേർക്ക് നിൽക്കാനുള്ള സ്പേസ് ഉണ്ട് ഇവിടെ. ഇത് നമ്മുടെ മറീന ബീച്ചാണ് കാണുന്നത്. ഇപ്പോൾ വേറെ സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് ഇത് കാണുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും മറീന ബീച്ച് എത്ര വലിയ ബീച്ചാണെന്ന്. നമ്മുടെ മറീന ബീച്ച് പറയണത് വേൾഡിലെ സെക്കൻഡ് ലോങ്ങസ്റ്റ് ബീച്ച് എന്നാണ് പറയണത്. ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 12 കിലോമീറ്റർ സ്ട്രെസ്സിലുള്ളൊരു ബീച്ചാണിത്. നിങ്ങൾക്ക് കാണാൻ ഏറ്റവും വരേണ്ട ഈ ബീച്ച്. ഇതിപ്പോൾ ഞാൻ നിൽക്കുന്ന ബീച്ചിൻ്റെ ഒരു സെൻട്രൽ പോയിൻ്റ് ആയിട്ടാണ് ഈ ലൈറ്റ് ഹൗസ് ഉള്ളത്. ഈ ലൈറ്റ് ഹൗസിന് മേലെ നിന്ന് നമുക്കൊരു മനോഹരമായ ബേ ഓഫ് ബംഗാളിൻ്റെ ഒരു വ്യൂ കാണാം. ശരിക്കും ഈ ബീച്ച് വൈകുന്നേരം ഒരു 5 മണിക്ക് ശേഷം ഭയങ്കര ആക്റ്റീവ് ആവാം ജനക്കൂട്ടങ്ങൾ കൊണ്ട്. ശനി ഞായറാഴ്ചയും ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും, ഫുൾ ക്രൗഡായിരിക്കും. ഇപ്പോൾ ഞാൻ വന്ന ദിവസം ഒരു തേഴ്സ്ഡേ ആണ്, അതുകൊണ്ട് ഇപ്പോൾ ക്രൗഡൊന്നുമില്ല. അപ്പോൾ ഇത്രയല്ലോ ചെന്നൈ ലൈറ്റ് ഹൗസിൻ്റെ വിഷ്വൽസ്. ഇനി ഞാൻ താഴെ ഇറങ്ങാൻ പോണ്. നമുക്ക് കയറാനും ഇറങ്ങാനും വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേസ് വരെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് താഴെ ഇറങ്ങി നേരെ ലിഫ്റ്റ് കയറി പോകണം. ഇതാണ് എൻ്റെയർ സ്റ്റെപ്സ് താഴത്തേക്കുള്ളത്. നിങ്ങൾക്ക് കാണാതെ ഇവിടെ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ബാരിക്കേഡ് വെച്ചിട്ട്. ഇപ്പോൾ നമുക്ക് അത് അലൗഡല്ല സ്റ്റെപ്പിൽ പോകാനുള്ളത്. അങ്ങനെ ലിഫ്റ്റിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യണേ. ലിഫ്റ്റ് ഇപ്പോൾ താഴെ പോയാലോ, ഞാൻ മേലെ വരണം.
ലൈറ്റ് ഹൗസിന് ബാക്ക് സൈഡിൽ നമുക്കൊരു മ്യൂസിയം ഉണ്ട്. അവിടെ വീഡിയോ ഒന്നും അലൗഡല്ല, വീഡിയോ ഫോട്ടോ ഒന്നും അലൗഡല്ല. അപ്പോൾ ഞാനൊന്ന് കയറി കണ്ടിട്ട് വന്നു. അപ്പോൾ നമ്മുടെ ലൈറ്റ് ഹൗസ് എങ്ങനെ വർക്ക് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യം മെക്കാനിക്കൽ കാര്യങ്ങൾ നമ്മൾ ഡെമോൺസ്ട്രേഷൻ വെച്ചിട്ടുണ്ട്. പണ്ട് മുതൽ എങ്ങനെ ലൈറ്റ് ഹൗസ് വർക്ക് ചെയ്യുന്നത്, അങ്ങനെ ഓരോ ലാംപ്സും അതിൻ്റെ ഓരോ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളെല്ലാം ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. നല്ല ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു മ്യൂസിയമാണത്. ചെറുതാണെങ്കിലും ഭയങ്കര ഇൻഫോർമേറ്റീവ്. ലൈറ്റ് ഹൗസിനെ കുറിച്ച് നമുക്ക് കുറച്ച് ഇൻഫർമേഷൻ കിട്ടും. പിന്നെ ഞാൻ ഒന്ന് പുറത്തേക്ക് അറിയിട്ടായിട്ട് നമുക്ക് ഫേമസ് ചെയ്യാം. ഈ ലൈറ്റ് ഹൗസ് ഇതിന് ടൈമിംഗ് വന്നിട്ട് രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും, പിന്നെ 3 മണി മുതൽ 6 മണി വരെയാണ് ടൈമിങ്. തിങ്കളാഴ്ച അവധിയാണ്, ബാക്കിയുള്ള എല്ലാ ദിവസവും വർക്കിംഗ് ആണ്. ഉച്ചയ്ക്ക് 1 മണി മുതൽ 3 മണി വരെ ലഞ്ച് ബ്രേക്കാണ്. അപ്പോൾ ടൈമിംഗ് നോക്കി വരണം, ഈ സമയത്ത് ഉള്ളിൽ കയറ്റി വിടില്ല. പിന്നെ മറീന ഡ്രൈവിൻ്റെ കുറച്ച് വിശ്വാസം വന്നിട്ട് നമുക്ക് ഈ വീഡിയോ നിർത്താം. ഓക്കെ. എല്ലാവർക്കും ഈ ലൈറ്റ് ഹൗസിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ തിരിച്ച് ചേച്ചിൻ്റെ വീട്ടിലെത്തി. എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ആദ്യത്തെ ചാനൽ കാണുന്ന പറഞ്ഞാൽ മറക്കാണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.